ഹലോ കുട്ടികളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിലെ 10th ചാപ്റ്റർ റെക്റ്റാങ്കിൾ മാത്താണ് ക്ലാസ് എടുക്കുന്നത്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് പോവാം. ഇതിനു മുമ്പ് നമ്മൾ പല റെക്റ്റാങ്കിൾ, സ്ക്വയർ, അതിൻ്റെ പെരിമീറ്റർ, ഏരിയ എന്നിവയെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു മുൻപത്തെ വീഡിയോസിൽ. എല്ലാവരും മുൻപത്തെ വീഡിയോസ് ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുക. അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. നൗ കമ്പ്യൂട്ട് ദ പെരിമീറ്റർ ആൻഡ് ഏരിയ ഓഫ് ഈച്ച് ഓഫ് ദ ഷേപ്സ് ബിലോ. താഴെ തന്നിരിക്കുന്ന കുറച്ച് ഷേപ്പുകളുടെ പെരിമീറ്ററും ഏരിയയും കമ്പ്യൂട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾക്ക് റെക്റ്റാങ്കിളിൻ്റെ ആണെങ്കിലും സ്ക്വയറിൻ്റെ ആണെങ്കിലും പെരിമീറ്റർ കണ്ടുപിടിക്കാനും ഏരിയ കണ്ടുപിടിക്കാനൊക്കെ വളരെ ഈസിയാണ്. അതല്ലാത്ത ഷേപ്പുകൾ വന്നാൽ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളതും മുൻപത്തെ പേജുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ മുൻപത്തെ വീഡിയോയിൽ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കണ്ടു നോക്കുക. ഇനി ഈ ഒരു ഷേപ്പിൻ്റെ താഴെ തന്നിരിക്കുന്ന ഷേപ്പുകളുടെ പെരിമീറ്റർ ആൻഡ് ഏരിയ കണ്ടുപിടിച്ച് നോക്കാം നമുക്ക് എങ്ങനെയാണെന്ന്. വളരെ ഈസിയാണ്. നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പാണ് തന്നിരിക്കുന്നത്. 6 സെൻറ്റിമീറ്റർ വിഡ്ത്തും 4 സെൻറ്റിമീറ്റർ ഹൈറ്റും ഉള്ളൊരു ഷേപ്പാണ് തന്നിരിക്കുന്നത്. ഒരു റെക്റ്റാങ്കിൾ ആണോ? അല്ല. അപ്പോൾ ഇതിൻ്റെ ഏരിയ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? എല്ലാ സൈഡും കൂടെ നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് അങ്ങനെ കിട്ടുമോ? ഇല്ല, കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോലെ നമുക്ക് ഈ ഒരു ഷേപ്പിനെ ഒരു റെക്റ്റാങ്കിളാക്കി മാറ്റാം. നമുക്കിതിനൊരു റെക്റ്റാങ്കിളാക്കി മാറ്റാം. ഏകദേശം ഒരു റെക്റ്റാങ്കിളായി മാറിയിട്ടില്ലേ? ഇങ്ങനെ ഒരു റെക്റ്റാങ്കിളാക്കി മാറ്റാം. ഒന്നുകൂടെ ശരിക്കും വരയ്ക്കാം. ഇപ്പോൾ ഇത് റെക്റ്റാങ്കിൾ ഷേപ്പായില്ലേ? ഇങ്ങനെയാണെങ്കിൽ ഈ 6 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും ഇവിടെയും, ഈ 4 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും ഇവിടെയും. അങ്ങനെ ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയയും പെരിമീറ്ററും നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. അതിനുശേഷം ഈ ഒരു ചെറിയ ഷേപ്പിൻ്റെ ഏരിയയും പെരിമീറ്ററും കണ്ടുപിടിച്ച് സബ്ട്രാക്റ്റ് ചെയ്താൽ നമ്മൾക്ക് ഈ ഒരു ഷേപ്പിൻ്റെ ഏരിയയും പെരിമീറ്ററും കിട്ടും. അപ്പോൾ നമുക്കൊരു ഈ വലിയ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാം. പെരിമീറ്റർ ഈക്വൽ 2 × 6 പ്ലസ് 2 × 4. 2 ടൈംസ് 6 വരുന്നുണ്ട്, 2 ടൈംസ് 4 വരുന്നുണ്ട്. ഈക്വൽ 2 × 6 12 പ്ലസ് 2 × 4 8 ഈക്വൽ 20 സെൻറ്റിമീറ്റർ. എന്ത് കിട്ടി? പെരിമീറ്റർ കിട്ടി. ഇനി ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ ഈക്വൽ 6 × 4 24 സ്ക്വയർ സെൻറ്റിമീറ്റർ ഏരിയയും കിട്ടി. ഇനി നമുക്ക് ഈ ഒരു ചെറിയ ഷേപ്പിൻ്റെ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനെ ഒരു ഷേപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മളിതിന് മുൻപത്തെ പേജിൽ എൽ ഷേപ്പാണ് കണ്ടത്. ഇത് ജസ്റ്റ് ഒന്ന് തിരിച്ച് വന്നു എന്ന് മാത്രം. അപ്പോൾ അതൊരു 7 ഷേപ്പായി മാറി. ഇതിനെ നമ്മൾക്ക് എന്ത് ചെയ്യാം? എന്താണ് മുൻപൊക്കെ പറഞ്ഞത്? അതിന് 2 റെക്റ്റാങ്കിളായിട്ട് അവർ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾക്കും ഇവിടെ തന്നെ ആ മെത്തേഡ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഈ ഒരു ഷേപ്പിനെ നമുക്ക് 2 റെക്റ്റാങ്കിളാക്കിയിട്ട് മാറ്റാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ യോജിപ്പിച്ചു. ഇപ്പോൾ ഇതൊരു റെക്റ്റാങ്കിളായി മാറിയിട്ടുണ്ട് അല്ലേ? ഈ 4 ഞാൻ തൽക്കാലം ഇവിടെ നിന്ന് മാറ്റുന്നു. നമുക്ക് അറിയാലോ. ഇനി ഇങ്ങനെ നോക്കുന്ന സമയത്ത് 2 റെക്റ്റാങ്കിൾ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഓരോരോ സൈഡുകൾ നമ്മൾക്ക് ഇവിടെ എഴുതി ചേർക്കാമല്ലോ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇതുവരെ 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇതുവരെയും എത്രയായിരിക്കും? 2 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും. അതുപോലെ താഴ്ഭാഗം നോക്കൂ, 1 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ മുകൾ ഭാഗത്ത് എത്രയായിരിക്കും? 1 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും. ഇവിടെ 1 സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ്. അപ്പോൾ ഇവിടെ നിന്ന് ഇതുവരെ എത്രയായിരിക്കും? 1 സെൻറ്റിമീറ്റർ തന്നെയാണ്. ഇനി ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾക്ക് അളവ് കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെ താഴെ തന്നിട്ടുണ്ട്. ഇതൊരു ലൈനാണ് അല്ലേ? ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ ചേർത്ത് വരച്ചു എന്ന് മാത്രം അല്ലേ? ഇതൊരു ലൈനല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇതുവരെ 1 സെൻറ്റിമീറ്റർ, ഇവിടെ നിന്ന് ഇതുവരെ 1 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ എത്രയാണ്? 2 സെൻറ്റിമീറ്റർ ആണ് അവിടുത്തെ വിഡ്ത്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ എല്ലാ സൈഡുകളുടെ അളവും നമ്മൾക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടി. ഇനി നമുക്ക് ഈ റെക്റ്റാങ്കിളിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് ഏരിയ കണ്ടുപിടിക്കാം, പെരിമീറ്റർ കണ്ടുപിടിക്കാം. ഫസ്റ്റ് റെക്റ്റാങ്കിൾ നോക്കുക കേട്ടോ. ഈ ഒരു റെക്റ്റാങ്കിൾ നോക്കുക എങ്ങനെയാണ് വന്നിരിക്കുന്നത്? 2 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ, 1 സെൻറ്റിമീറ്റർ, 1 സെൻറ്റിമീറ്റർ. ഇവിടെ നമുക്ക് ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ ഈക്വൽ 2 × 1. 2 × 1 ഈക്വൽ 2 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഏരിയ കിട്ടി ആ റെക്റ്റാങ്കിളിൻ്റെ. ഇനി ഇതിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാം. 2 എത്ര ടൈംസ് വന്നിട്ടുണ്ട്? 2 ടൈംസ് വന്നിട്ടുണ്ട്. 1 2 ടൈംസ് വന്നിട്ടുണ്ട്. പെരിമീറ്റർ ഈക്വൽ 2 × 1 പ്ലസ് 2 ×
ടു. 2 ടൈംസ് 2 വന്നിരിക്കുന്നു, 2 ടൈംസ് 1 വന്നിരിക്കുന്നു. 2 പ്ലസ് 4 ഈക്വൽ 6. പെരിമീറ്റർ എത്ര കിട്ടി? ആദ്യത്തെ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ 6 കിട്ടി, ഏരിയ 2 സ്ക്വയർ സെൻറ്റിമീറ്റർ കിട്ടി. ഇനി ഈ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാം. ഈ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ എങ്ങനെയാണ്? അവിടെയും ടു ഹൈറ്റ് വന്നിട്ടുണ്ട്, 1 സെൻറ്റിമീറ്റർ വിഡ്ത്തും വന്നിട്ടുണ്ട്. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കാൻ 2 × 1 ഈക്വൽ 2. ഏരിയ നമുക്ക് കിട്ടി. ഇതിൻ്റെ ഏരിയ കിട്ടി. 2 × 1 2 കിട്ടി. ഇനി പെരിമീറ്റർ കണ്ടുപിടിക്കാം. പെരിമീറ്റർ ഈക്വൽ 2 ടൈംസ് വന്നിട്ടുണ്ട്, 1 2 ടൈംസ് വന്നിട്ടുണ്ട്. 2 × 1 പ്ലസ് 2 × 2 ഈക്വൽ 2 പ്ലസ് ഒരു സെക്കൻഡ്, 1 × 2 2, 2 പ്ലസ് 2 × 2 4. എത്ര വന്നു? 6 തന്നെ വന്നു. 6 തന്നെ വന്നു. ഇവിടെ ഏരിയ സ്ക്വയർ സെൻറ്റിമീറ്റർ കേട്ടോ. അപ്പോൾ 2 റെക്റ്റാങ്കിളിൻ്റെയും എന്ത് കിട്ടി നമ്മൾക്ക്? അപ്പോൾ ഈ ഒരു ഏരിയയും പെരിമീറ്ററും കിട്ടി. അപ്പോൾ ഈ ഒരു ടോട്ടൽ ഷേപ്പിൻ്റെ ഏരിയയും പെരിമീറ്ററും നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ 2 ഷേപ്പിനും കൂടെ ആഡ് ചെയ്താൽ മതി. ആദ്യത്തെ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എത്രയാണ്? അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ ഈക്വൽ ഫസ്റ്റത്തെ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എത്രയായിരുന്നു? 2 സ്ക്വയർ സെൻറ്റിമീറ്റർ ആയിരുന്നു. പ്ലസ് രണ്ടാമത്തെ ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എത്രയാണ്? അതും 2 സ്ക്വയർ സെൻറ്റിമീറ്റർ തന്നെയാണ്. അപ്പോൾ ഏരിയ എത്ര കിട്ടി? 4 സ്ക്വയർ സെൻറ്റിമീറ്റർ കിട്ടി അല്ലേ? ഇനി ആദ്യത്തെ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എത്രയാണ്? പെരിമീറ്റർ ഈക്വൽ 6 സെൻറ്റിമീറ്റർ പ്ലസ് അടുത്തതിൻ്റെ പെരിമീറ്റർ എത്രയാണ്? 6 തന്നെയാണ്. അപ്പോൾ എത്ര കിട്ടി? 12 സെൻറ്റിമീറ്റർ പെരിമീറ്ററും കിട്ടി നമുക്ക് അല്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായല്ലോ. 12 സെൻറ്റിമീറ്റർ പെരിമീറ്റർ ഈ ഒരു ഷേപ്പിൻ്റെ മാത്രമാണ് കേട്ടോ ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇത് രണ്ടും ഇതും ഈ ഒരു ഷേപ്പിൻ്റെ മാത്രമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വലിയ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്ററും ഏരിയയും കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. അതിൽ നിന്നും ഏരിയയും പെരിമീറ്ററും ഈ ഒരു ഷേപ്പിൻ്റെ ഏരിയയും പെരിമീറ്ററും മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ വലിയ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എത്രയാണ് ഇവിടെ തന്നിരിക്കുന്നത്? 20 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ വലിയ റെക്റ്റാങ്കിളിൻ്റെ ജസ്റ്റ് ഇവിടെ ഒന്ന് വരയ്ക്കുക. ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്ററാണ് എത്ര വന്നിരിക്കുന്നത്? 20 സെൻറ്റിമീറ്റർ. ഈ ചെറിയ റെക്റ്റാങ്കിളിൻ്റെ ഈ ഒരു ഷേപ്പ് വന്നിട്ടുള്ള അതിൻ്റെ പെരിമീറ്റർ എത്രയാണ് വന്നിരിക്കുന്നത്? 12 സെൻറ്റിമീറ്റർ ആണ്. 12 സെൻറ്റിമീറ്റർ. അത് മൈനസ് ചെയ്താൽ മതി. മൈനസ് ചെയ്യുമ്പോൾ 8 സെൻറ്റിമീറ്റർ പെരിമീറ്റർ കിട്ടും. ഇനി ഏരിയ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കും? ആദ്യത്തിൻ്റെ ഏരിയ എത്ര? വലിയ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എത്രയാണ്? ഇവിടെ 24 സെൻറ്റിമീറ്റർ. 24 സെൻറ്റിമീറ്റർ ആണ് വലിയ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. 24 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഇനി ചെറിയ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എത്രയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് നമുക്ക്? 2 + 2 4. 4 മൈനസ് ചെയ്യുക. 4 - 4 0. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? ഏരിയ 20യും പെരിമീറ്റർ നമ്മൾക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? 8 സെൻറ്റിമീറ്ററും കിട്ടിയിട്ടുണ്ട് അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് ഇതുപോലെ തന്നെ നമുക്കിതിനെ റെക്റ്റാങ്കിൾ ആക്കിയിട്ട് മാറ്റാം. റെക്റ്റാങ്കിൾ ആക്കിയിട്ട് ഇതിന് നമുക്കിവിടെ യോജിപ്പിച്ചിട്ട് വരയ്ക്കാം. എന്നിട്ട് എന്ത് കണ്ടുപിടിച്ചാൽ മതി? അതിൽ നിന്നൊരു 1 സെൻറ്റിമീറ്റർ മൈനസ് ചെയ്താൽ മതി. ഇവിടെ എത്ര വരും? 4 വരും. ഇവിടെ 5 വരും. ഇവിടെ 5 വരും. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ പെരിമീറ്റർ, ഈ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുമ്പോൾ 2 × 5 പ്ലസ് 2 × 4 പ്ലസ് 2 × 4 10 +
18 സെൻറ്റിമീറ്റർ എന്ത് കിട്ടി? പെരിമീറ്റർ കിട്ടി. ഇനി ഏരിയ കാണാണെങ്കിൽ 5 × 4 20 സെൻറ്റിമീറ്റർ ഏരിയയും കിട്ടി. ഇനി ഇവിടെ ഈ ഒരു ഷേപ്പ് എത്രയാണ്? ഇവിടെ 1 സെൻറ്റിമീറ്ററാണ് ഈ 3 സൈഡ് വരുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് വരും? ഇവിടെ എത്രയായിരിക്കും? 1 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും. ഇവിടുത്തെ ഈ 5 ആണ് കേട്ടോ അത് ഉദ്ദേശിച്ചത് ഇവിടെ. അപ്പോൾ ഇവിടുത്തെ അളവ് എത്രയായിരിക്കും? 1 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഏരിയയും പെരിമീറ്റർ കാണാൻ നമുക്ക് എളുപ്പമല്ലേ? ഈ ഒരു ചെറിയ സ്ക്വയറിൻ്റെ 1 1 1 1 എങ്ങനെ കാണും? പെരിമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 4 സൈഡും കൂടെ ആഡ് ചെയ്താൽ മതി. പെരിമീറ്റർ 4 കിട്ടി, ഏരിയ 1 കിട്ടി, 1 സ്ക്വയർ സെൻറ്റിമീറ്ററും കിട്ടി. ഇതൊന്ന് മൈനസ് ചെയ്താൽ പോരെ? അപ്പോൾ നമ്മൾക്ക് പെരിമീറ്ററിന്ന് ഈ 4 മൈനസ് ചെയ്യുക. 18 4 പോയാൽ 18 സെൻറ്റിമീറ്ററിന്ന് 4 മൈനസ് ചെയ്താൽ എത്ര വരും? എത്ര വരും? 18 സെൻറ്റിമീറ്ററിന്ന് 4 മൈനസ് ചെയ്യുമ്പോൾ എത്രയാണോ കിട്ടുക? 14 കിട്ടും. 14 സെൻറ്റിമീറ്റർ പെരിമീറ്ററും കിട്ടും. ഇനി ഏരിയ കണ്ടുപിടിക്കാൻ എങ്ങനെയാണ്? ഏരിയ എത്രയാണ്? 20 സെൻറ്റിമീറ്ററാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 20 ഏരിയ ഈക്വൽ 20 മൈനസ് ഇവിടുത്തെ ഏരിയ എത്ര വന്നിരിക്കുന്നത്? 1 ആണ് വന്നിരിക്കുന്നത്. ഇവിടുത്തെ ഏരിയ 1 സ്ക്വയർ സെൻറ്റിമീറ്ററാണ്. -1 19 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ത് കിട്ടി നമ്മൾക്ക്? ഏരിയയും കിട്ടി ഇതിൻ്റെ. അപ്പോൾ ഈ ഒരു ഷേപ്പിൻ്റെ ഈ ഒരു ഭാഗമില്ലാത്ത ബാക്കിയുള്ള ഈ ഒരു ഷേപ്പിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 19 സ്ക്വയർ സെൻറ്റിമീറ്ററും ഇതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 14 സെൻറ്റിമീറ്ററും ആണ് എന്ന് നമ്മൾക്ക് ആൻസർ കിട്ടും. ഇതുപോലെ തന്നെയാണ് അടുത്ത ഷേപ്പും. ഇവിടെ നമ്മൾക്ക് എന്താ ചെയ്യേണ്ടത്? 2 റെക്റ്റാങ്കിൾ ആക്കി മാറ്റിയാൽ മതി. ഇവിടെ നിന്ന് ഇങ്ങോട്ട് യോജിപ്പിക്കാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് യോജിപ്പിച്ചു. ഇപ്പം നമ്മൾക്ക് എന്ത് കിട്ടി? 2 റെക്റ്റാങ്കിൾ കിട്ടി. ഇനി ഈ ഹൈറ്റ് എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1 സെൻറ്റിമീറ്റർ ഈ ഒരു റെക്റ്റാങ്കിൾ ആയിട്ട് പോയി. അപ്പോൾ ബാക്കി ഇവിടെ എത്ര സെൻറ്റിമീറ്റർ ഉണ്ട്? 4 സെൻറ്റിമീറ്ററേ ഉള്ളൂ. കാരണം 5 സെൻറ്റിമീറ്ററിൽ നിന്ന് 1 സെൻറ്റിമീറ്റർ അങ്ങോട്ട് പോയി, വേറെ റെക്റ്റാങ്കിൾ ആക്കിയിട്ട് പോയി. അപ്പോൾ 4 സെൻറ്റി. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? ഇവിടെ 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. മേൽഭാഗത്ത് 1 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയയും പെരിമീറ്ററും കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? ഏരിയ ഈക്വൽ 4 × 1 4 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഇനി പെരിമീറ്റർ ഈക്വൽ 2 × 4 പ്ലസ് 2 × 1 ഈക്വൽ 2 × 4 8 പ്ലസ് 1 × 2 2 10 സെൻറ്റിമീറ്റർ പെരിമീറ്റർ കിട്ടി. ഇനി അതുപോലെ ഈ ഷേപ്പ് ഒന്ന് എടുത്ത് നോക്കൂ. ഈ ഷേപ്പ് ഇവിടെ നിന്ന് ഇതുവരെയും 5 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ നിന്ന് ഇതുവരെ 1 സെൻറ്റിമീറ്ററും. ഇവിടെ 1 സെൻറ്റിമീറ്റർ ആണ്, ഇവിടെ 1 സെൻറ്റിമീറ്റർ, ഇവിടെ മൊത്തം 5 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഈ മൊത്തം അളവ് എത്രയാവും? 5 സെൻറ്റിമീറ്റർ ആയിട്ട് മാറും. ജസ്റ്റ് മാറ്റുന്നു. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ അളവ് 5 സെൻറ്റിമീറ്റർ ആയിട്ട് മാറും അല്ലേ? ഇതൊരു റെക്റ്റാങ്കിളായി മാറിയില്ലേ? അപ്പോൾ ഇവിടുത്തെ അളവ് എത്രയായി? 5 സെൻറ്റിമീറ്റർ ആയി. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും? ഏരിയ കണ്ടുപിടിക്കാൻ ഏരിയ ഈക്വൽ 1 × 5 സ്ക്വയർ സെൻറ്റിമീറ്റർ ഏരിയ കിട്ടി. പെരിമീറ്റർ എന്ന് പറയുമ്പോൾ 2 × 5 പ്ലസ് 2 × 1 10 പ്ലസ് 2 12 സെൻറ്റിമീറ്റർ പെരിമീറ്റർ ഇട്ട്. ഇനി ഈ ഒരു ഇതും കൂടെ യോജിച്ച് വരുന്നതാണല്ലോ ഇത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി കേട്ടോ. ഏരിയ 2 റെക്റ്റാങ്കിളുടെ ഏരിയ ആഡ് ചെയ്യുമ്പോൾ ഫസ്റ്റത്തെ താഴെ 4 സെൻറ്റിമീറ്റർ ഹൈറ്റ് വരുന്ന ഈ റെക്റ്റാങ്കിളുടെ ഏരിയ നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചത്? ഇവിടെ ഏരിയ എത്ര കിട്ടിയത്? 4 സ്ക്വയർ സെൻറ്റിമീറ്റർ പ്ലസ് രണ്ടാമത്തെ ഇതിൻ്റെ ഏരിയ എങ്ങനെയാണ് കിട്ടിയത്? 5 സ്ക്വയർ സെൻറ്റിമീറ്റർ. അപ്പോൾ 9 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് ഏരിയ വരുന്നത്. 9 സ്ക്വയർ സെൻറ്റിമീറ്റർ. ശരിയാക്കി എഴുതാം. 9 സ്ക്വയർ സെൻറ്റിമീറ്റർ ഏരിയ കിട്ടി. പെരിമീറ്റർ എങ്ങനെ കിട്ടും? പെരിമീറ്റർ ഈക്വൽ ഇവിടുത്തെ പെരിമീറ്റർ എത്ര കിട്ടിയത്? 10 സെൻറ്റിമീറ്ററും ഇവിടുത്തെ പെരിമീറ്റർ 12 സെൻറ്റിമീറ്ററും. പെരിമീറ്റർ 10 സെൻറ്റിമീറ്റർ പ്ലസ് 12 സെൻറ്റിമീറ്റർ ഈക്വൽ 22 സെൻറ്റിമീറ്റർ.
മനസ്സിലാവുന്നുണ്ടോ? ഇത് ഇങ്ങനെയാണ്. ആദ്യം നമ്മൾ 2 റെക്റ്റാങ്കിൾ ആക്കി മാറ്റുക. ഓരോ റെക്റ്റാങ്കിളിൻ്റെയും സെപ്പറേറ്റ് ഏരിയയും പെരിമീറ്ററും കണ്ടുപിടിക്കുക. എന്നിട്ട് ആഡ് ചെയ്താൽ ഈ ഒരു ഷേപ്പിൻ്റെ ഏരിയയും പെരിമീറ്ററും കിട്ടും. അതേപോലെ തന്നെയാണ് താഴെ തന്നിരിക്കുന്നത്. ഇതൊക്കെ ഞാൻ ക്ലിയർ ചെയ്യട്ടെ. ഇവിടെ ഇതുപോലെ നമുക്ക് എന്താക്കാം, ഇങ്ങനെ വേണമെങ്കിൽ ഒരു ഷേപ്പ് ആക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഷേപ്പ് ആക്കാം. എങ്ങനെ വേണമെങ്കിലും ആക്കാം. നമുക്കതിനെ ഇങ്ങനെ ആക്കാം കേട്ടോ. ഷേപ്പ് ഈ എന്നുള്ള ഷേപ്പാണ്. ഇതിൻ്റെ ഏരിയയും പെരിമീറ്ററും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളിതിനെ എന്താക്കി, അങ്ങനെ യോജിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് എന്താ കിട്ടിയത്? എത്ര റെക്റ്റാങ്കിൾ കിട്ടി? 1 2 3 4. എല്ലായിടത്തും അളവ് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഈ ഒരു നീളത്തിലുള്ള റെക്റ്റാങ്കിളിൻ്റെ എടുക്കാമെന്ന് വയ്ക്കുക. ഇങ്ങനെയാണിത് വന്നിരിക്കുന്നത്. ഇവിടെ 5, അപ്പോൾ ഇവിടെ 5 ആയിരിക്കും. താഴെ എത്രയാണ് വന്നിരിക്കുന്നത്? ഇവിടെ നിന്ന് ഇങ്ങോട്ട് 4 സെൻറ്റിമീറ്റർ. ഇവിടെ നിന്ന് ഇതുവരെ 5 സെൻറ്റിമീറ്റർ ആണ്, പക്ഷേ നമ്മളിവിടെ വെച്ച് കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇവിടെ ബാക്കി എത്ര ഉണ്ട്? 4ൽ എത്ര കൂടെ ചേരുമ്പോഴാണ് ഇവിടെ 5 സെൻറ്റിമീറ്റർ ആവണത്? ഇവിടെ 1 സെൻറ്റിമീറ്റർ ആണെങ്കിലല്ലേ അവിടെ 5 സെൻറ്റിമീറ്റർ ആവുള്ളൂ. അപ്പോൾ ഇവിടെ എത്രയാണ്? 1 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ 1 സെൻറ്റിമീറ്റർ. അങ്ങനെ ഈ ഒരു ഷേപ്പിൻ്റെ ഏരിയയും പെരിമീറ്ററും കാണാം. എങ്ങനെ കാണാൻ സാധിക്കും? എത്ര വരും ഇതിൻ്റെ പെരിമീറ്റർ? 5 + 5 10, 1 + 2 1 + 1 2. അപ്പോൾ 12 എന്ത് വരും? പെരിമീറ്റർ വരും. പെരിമീറ്റർ ഈക്വൽ 12 സെൻറ്റിമീറ്റർ. ശരിക്കും എഴുതാം. പെരിമീറ്റർ ഈക്വൽ 12 സെൻറ്റിമീറ്റർ. ഇനി ഏരിയ ഈക്വൽ ജസ്റ്റ് ഇങ്ങനെ ചെയ്താൽ മതി. 1 × 5 5 സ്ക്വയർ സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇനി ഈ ഒരു ഷേപ്പ് എടുക്കുക. ഇവിടെ നിന്ന് ഇതുവരെ ഉള്ളൂ കേട്ടോ. ഇവിടെ നിന്ന് ഈ താഴ്ഭാഗം ഇതും ഒന്നാണ്. അത് നമ്മൾ ആലോചിക്കണം. ഈ ഒരു ഷേപ്പും ഒന്നാണ്. അപ്പോൾ നമുക്ക് 1 കണ്ടുപിടിച്ചാൽ 2 ഉത്തരം ഒറ്റ ട്രിപ്പിൽ കിട്ടും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 4 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്രയാണ്? 1 സെൻറ്റിമീറ്ററേ വരുന്നുള്ളൂ. കാരണം ഇവിടുത്തെ അളവ് കണ്ടില്ലേ? ഈ ഒരു 1 സെൻറ്റിമീറ്റർ കണ്ടില്ലേ? ഈ അളവ് തന്നെയാണ് ഇവിടെയും വരിക. അപ്പോൾ ഇവിടെ 1 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടുത്തെ പെരിമീറ്റർ എത്രയാണ്? 4 + 4 8, 1 + 1 2, 8 + 2 10 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ പെരിമീറ്റർ വരിക. ഏരിയ എത്ര വരും? ഏരിയ ഈക്വൽ 4 × 1 4 സ്ക്വയർ സെൻറ്റിമീറ്റർ. അങ്ങനെ ആ ഒരു ഭാഗത്തെയും കിട്ടി. ഇത് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ ഇതും കിട്ടുന്നതായിരിക്കും. സെയിം അളവുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാം? അടുത്ത ഒരു റെക്റ്റാങ്കിളിൻ്റെയും ഏരിയ എന്ന് പറയുന്നത് 4 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. എത്ര റെക്റ്റാങ്കിൾ ഉണ്ട്? 1 2 3 4. നമ്മളിവിടെ 1 കണ്ടു, 2 കണ്ടു, 3 കണ്ടു. അപ്പോൾ ഇതിൻ്റെ പെരിമീറ്ററും എത്രയായിരിക്കും? ഈ 10 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും പെരിമീറ്റർ. അപ്പോൾ ഈ 3ൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നതും 10 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും. ഇനി ഈ റെക്റ്റാങ്കിളിൻ്റെയാണ്, 4ാമത്തെ റെക്റ്റാങ്കിളിൻ്റെയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോണത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3 സെൻറ്റിമീറ്ററേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? 3 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും താഴെ. അപ്പോൾ 1 സെൻറ്റിമീറ്റർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ ഇതിൻ്റെ പെരിമീറ്റർ എങ്ങനെ കാണാം? പെരിമീറ്റർ എന്ന് പറയുമ്പോൾ 3 + 3 6. ഇവിടെ 1 + 1 2 6 + 2 8. പെരിമീറ്റർ 8 സെൻറ്റിമീറ്റർ കിട്ടി. ഏരിയ എന്ന് പറയുമ്പോൾ 3 × 1 ഏരിയ എന്ന് പറയുന്നത് 3 × 1 3 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഇപ്പോൾ 4ാമത്തെ റെക്റ്റാങ്കിളിൻ്റെയും കിട്ടി, 1ാമത്തെ റെക്റ്റാങ്കിളിൻ്റെ 2ാമത്തെ കിട്ടി. ഇത് 1, ഇത് 2ാമത്തെ റെക്റ്റാങ്കിളിൻ്റെ, ഇത് 3ാമത്തെ റെക്റ്റാങ്കിളിൻ്റെ എല്ലാം കിട്ടിയില്ലേ? അപ്പോൾ 4ാമത്തെ റെക്റ്റാങ്കിളിൻ്റെ നമുക്ക് എല്ലാം കിട്ടി. ഇനി എന്താ? ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി. 1ാമത്തെ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ. അപ്പോൾ നമുക്ക് പെരിമീറ്റർ ഈക്വൽ എത്രയാണ്? 1ാമത്തെ റെക്റ്റാങ്കിളിൽ വന്നിരിക്കുന്നത് 12 സെൻറ്റിമീറ്റർ. 2ാമത്തെ റെക്റ്റാങ്കിളിൻ്റെ 10 സെൻറ്റിമീറ്റർ. അപ്പോൾ 12 + 10 + 3ാമത്തെ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ 10 തന്നെയാണ്. 10 + 8 ടോട്ടൽ എത്ര വരും?
12 പ്ലസ് 10 പ്ലസ് 10 പ്ലസ് 8 40 സെൻറ്റിമീറ്റർ പെരിമീറ്റർ വരും. ഈ എന്നുള്ള ഷേപ്പിൻ്റെ ടോട്ടൽ പെരിമീറ്റർ എന്ന് പറയുന്നത് 40 സെൻറ്റിമീറ്റർ ആണ്. ഇനി അതിൻ്റെ ഏരിയ എങ്ങനെ നോക്കാം? നമുക്ക് എല്ലാ ഏരിയയും കൂടെ ആഡ് ചെയ്യുക. ഫസ്റ്റത്തെ എത്രയാണ്? 5 സ്ക്വയർ സെൻറ്റിമീറ്റർ പ്ലസ് രണ്ടാമത്തതിൻ്റെ ഏരിയ 4 സ്ക്വയർ സെൻറ്റിമീറ്റർ പ്ലസ് മൂന്നാമത്തത് സെയിം ആയതുകൊണ്ട് 4 സ്ക്വയർ സെൻറ്റിമീറ്റർ പ്ലസ് നാലാമത്തത് 3 സ്ക്വയർ സെൻറ്റിമീറ്റർ. 5 സ്ക്വയർ സെൻറ്റിമീറ്റർ പ്ലസ് 5 പ്ലസ് 4 പ്ലസ് 4 പ്ലസ് 3 16 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് ഏരിയ വരുന്നത്. മനസ്സിലായോ എങ്ങനെയാണെന്ന്? ഓരോന്നിനെയും നമ്മൾ എന്താക്കി, ഈ ഒരു ഷേപ്പ് കിട്ടിയപ്പോൾ ആദ്യം റെക്റ്റാങ്കിളാക്കി മാറ്റി. ഇങ്ങനൊരു ഷേപ്പ് തന്നപ്പോൾ നമ്മളതിനെ റെക്റ്റാങ്കിൾ ആക്കി ഡിവൈഡ് ചെയ്തു. 1 2 3 4 ഈ ഒരു ഷേപ്പിൻ്റെ പെരിമീറ്ററും ഏരിയയും കണ്ടുപിടിച്ചു. അതുപോലെ ഈ ഷേപ്പിൻ്റെ കണ്ടുപിടിച്ചു, ഈ ഷേപ്പിൻ്റെ കണ്ടുപിടിച്ചു, ഈ ഷേപ്പിൻ്റെ കണ്ടുപിടിച്ചു. ഈ ഒരു ഷേപ്പും ഈ ഒരു ഷേപ്പും സെയിം ആയതുകൊണ്ട് നമ്മൾക്ക് ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയാൽ മതിയായിരുന്നു. പിന്നെ ഇതിൻ്റെയും കണ്ടുപിടിച്ചു. അങ്ങനെ എല്ലാം കൂടെ സെപ്പറേറ്റ് കണ്ടുപിടിച്ചിട്ട് എല്ലാം കൂടെ ആഡ് ചെയ്തപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടി? ഈ എന്നുള്ള ഒരു ഷേപ്പിൻ്റെ പെരിമീറ്ററും ഏരിയയും കിട്ടി. ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ നോട്ടിൽ ചെയ്യുമ്പോൾ മനസ്സിലാവും, സാവധാനത്തിൽ ചെയ്ത് നോക്കിയാൽ മതി. ഇനി അടുത്ത ഷേപ്പ് നോക്കൂ അല്ലേ? പ്ലസ് എന്നുള്ള ഷേപ്പാണ്. ഇതിന് നമുക്ക് എന്താ റെക്റ്റാങ്കിൾ ആക്കേണ്ട ആവശ്യം വരുന്നുണ്ടോ? ഇല്ല. നമ്മൾക്ക് ഇതിന് എന്താക്കാം, ഇതിന് സൈഡുകളൊക്കെ ഏകദേശം ഒരേപോലെയാണ് പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് എന്താ, എല്ലാ സൈഡുകളും ഒരുപോലെ വരുന്നത് ഏതായിരിക്കും? നമ്മളുടെ സ്ക്വയർ ഷേപ്പാണ്. അപ്പോൾ നമ്മൾക്ക് എല്ലാത്തിനെയും കൊണ്ട് സ്ക്വയർ ആക്കി മാറ്റാം. അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടി? നടുവിൽ വേറൊരു സ്ക്വയർ കിട്ടി. ഇവിടെ 2 സെൻറ്റിമീറ്റർ ആണ്, ഇവിടെ എത്ര ആയിരിക്കും? 2 സെൻറ്റിമീറ്റർ. ഇവിടെ 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും? 2 സെൻറ്റിമീറ്റർ. ഇവിടെ 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെയും 2 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇവിടെ 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെയും 2 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെയും എല്ലാ സൈഡുകളുടെ അളവും എത്രയാണ്? 2 സെൻറ്റിമീറ്റർ തന്നെയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സ്ക്വയറിൻ്റെ പെരിമീറ്ററും ഏരിയയും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ എല്ലാ ഷേപ്പുകളുടെയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾക്ക് ഈ നടുവിലത്തെ തന്നെ നമുക്ക് എടുത്ത് കണ്ടുപിടിക്കാം. നടുവിലത്തേൻ്റെ എല്ലാ സൈഡുകളുടെയും അളവ് 2 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ 2 സെൻറ്റിമീറ്റർ, ഇത് 2 ആണെങ്കിൽ ഇത് 2 സെൻറ്റിമീറ്റർ, ഇവിടെ 2 സെൻറ്റിമീറ്റർ, ഇവിടെ 2 സെൻറ്റിമീറ്റർ. എല്ലാം 2 സെൻറ്റിമീറ്ററിലാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് പെരിമീറ്റർ കണ്ടുപിടിക്കാനും എളുപ്പമായിരിക്കും, ഏരിയ കണ്ടുപിടിക്കാനും. പെരിമീറ്റർ ഈക്വൽ 4 സൈഡുകളാണുള്ളത്. എത്ര ടൈംസ് 4 സൈഡുകളാണ്. 4 ടൈംസ് 2 എന്ത് വരുന്നു? ആവർത്തിച്ച് വരുന്നുണ്ട്. അപ്പോൾ 4 × 2 8 സെൻറ്റിമീറ്റർ ആണ് എന്ത് വരുന്നത്? പെരിമീറ്റർ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഏരിയ എത്രയായിരിക്കും? ഈ ഒരു സ്ക്വയറിൻ്റെ ആണ് പറയുന്നത് കേട്ടോ. അങ്ങനെ എത്ര സ്ക്വയർ ഉണ്ട് നമ്മൾക്ക്? 1 2 3 4 5 സ്ക്വയർ ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ടോട്ടൽ പെരിമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ പെരിമീറ്റർ പി എന്ന് മാത്രമേ എഴുതണുള്ളൂ. എത്ര സ്ക്വയർ ഉണ്ട്? 5 സ്ക്വയർ ഉണ്ട്. അതിൻ്റെ ഒരു സ്ക്വയറിൻ്റെ ആണ് 8 സെൻറ്റിമീറ്റർ. അപ്പോൾ 5 സ്ക്വയർ × 8 സെൻറ്റിമീറ്റർ 40 സെൻറ്റിമീറ്റർ ആണ് നമ്മളുടെ ഈ ഒരു പ്ലസ് എന്നുള്ള ഷേപ്പിൻ്റെ പെരിമീറ്റർ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ഒന്ന് ക്ലിയർ ചെയ്യട്ടെ. അങ്ങനെയാണെങ്കിൽ ഏരിയ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഏരിയ ആദ്യം ഒരെണ്ണത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ ഈക്വൽ 2 × 2 അല്ലേ? 2 × 2 4 സ്ക്വയർ സെൻറ്റിമീറ്റർ കിട്ടിയിട്ടുണ്ട് ഏരിയ. ഒരു ഷേപ്പിൻ്റെ കിട്ടി. അങ്ങനെ എത്ര ഷേപ്പ് ഉണ്ട് ഇവിടെ? 1 2 3 4 5. അങ്ങനെ 5 ഷേപ്പുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ ഏരിയ ഈക്വൽ ജസ്റ്റ് ഒരു മിനിറ്റ്. ടോട്ടൽ ഏരിയ ഈക്വൽ 4 × 4 ആണ്. ഒരു ഷേപ്പിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 4 ആണ്. അങ്ങനെ എത്ര ഷേപ്പ് ഉണ്ട്? 5 ഷേപ്പ് ഉണ്ട്. 4 × 5 ഷേപ്പ്. അപ്പോൾ എത്ര കിട്ടി? 4 × 5 20 സ്ക്വയർ സെൻറ്റിമീറ്റർ. അപ്പോൾ പ്ലസ് എന്നുള്ള ഈ ഒരു ഷേപ്പിൻ്റെ
പെരിമീറ്റർ എത്രയാണ് നമ്മൾക്ക് കിട്ടിയത്? ടോട്ടൽ പെരിമീറ്റർ 40 സെൻറ്റിമീറ്ററും ഏരിയ എത്രയാണ് കിട്ടിയത്? 20 സെൻറ്റിമീറ്ററുമാണ് കിട്ടിയത്. മനസ്സിലായോ? ഇങ്ങനെയാണ് ചെയ്ത് നോക്കേണ്ടത്. മനസ്സിലായില്ലേ എല്ലാവർക്കും? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചാപ്റ്റർ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സുകളൊക്കെ ഒന്ന് കണ്ടു നോക്കുക. കേട്ടല്ലോ? അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. ബൈ.